സ്നേഹം പൂർണ്ണമാണെങ്കിൽ ബന്ധനമാവില്ല. നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്നത് മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. സ്നേഹമെന്ന് കേൾക്കുമ്പോഴൊക്കെ അതൊരു വലിയ ബന്ധനമായിട്ടും വിഷമമായിട്ടൊക്കെയാണ് ആ വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. സ്നേഹിച്ചു മടുത്തു, സ്നേഹം കൊണ്ട് മടുത്തു. ഒരു സ്നേഹജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ പൂർവ്വകാല ജീവിതത്തെ എടുത്ത് സ്നേഹം കൊണ്ട് വിഷമം അനുഭവിച്ച കഥകളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. എല്ലാവർക്കും, വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ ജീവിതം പുഷ്പിച്ചത് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. മറ്റതൊക്കെ സ്നേഹത്തിൻ്റെ നോവുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. കൂടുതലും അങ്ങനെയാണ്. മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം വളരെ ബന്ധനസ്ഥമായി തീരുന്നത് എന്തുകൊണ്ടായിരിക്കും? വളരെ ആഴത്തിൽ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ പോലും സ്നേഹിക്കുന്നവർക്കിടയിൽ പരസ്പരം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കിരികിരിപ്പുണ്ടാക്കുന്ന അവസ്ഥകളാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്നേഹബന്ധം ബന്ധനമാവാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്നേഹം ഭാഗികമായി അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അതൊരു ബന്ധനമാകുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് നമുക്കൊക്കെ അറിയാം. രണ്ട് വ്യക്തികൾക്കുള്ള ബന്ധത്തിൽ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നില്ല. രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ബന്ധത്തിൽ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ ഭാഗികമായി അനുഭവിക്കുന്ന സ്നേഹബന്ധം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, അത് അപൂർണത അനുഭവിക്കുന്നതിന് കാരണം അത് ഭാഗികമായിരിക്കുന്നു എന്നതുകൊണ്ടാണെങ്കിൽ ആ സ്നേഹത്തെ പൂർണ്ണമാക്കി ഭാഗികമല്ലാത്ത സമഗ്രമായിട്ടുള്ള ഒരു സ്നേഹത്തിലേക്ക് രണ്ട് വ്യക്തികളെ കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെ സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുമോ? രണ്ട് വ്യക്തികൾക്കിടയിൽ മാത്രമായി അതിന് കഴിയില്ല. നമ്മൾ പരസ്പരം എത്ര മനസ്സിലാക്കിയാലും, പരസ്പരം എത്രയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലും, പരസ്പരം ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും പൂർത്തീകരിച്ചു കൊടുത്താലും രണ്ട് വ്യക്തികൾക്കിടയിൽ മാത്രമുള്ള ഒരു പരിശ്രമമായാണ് പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ കൂടുതൽ അപൂർണതകളെ സമ്മാനിക്കുകയും കൂടുതൽ ബന്ധനസ്ഥമായ ഒരനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യരിൽ മാത്രം ഉടക്കിപ്പോയി എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിലെ മറ്റെല്ലാ താല്പര്യങ്ങളെയും മാറ്റിവെച്ച് നാം സ്നേഹിക്കുന്നവർ ആരോ അവരുമായുള്ള പൂർണ്ണതയ്ക്കായി ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയുമെല്ലാം. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ട് ഏകീകൃതമായി പോയി എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ബന്ധനത്തിന് കാരണം. മൂലകാരണം അതാണ്.
അല്ലാതെ നമുക്കിടയിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ സ്നേഹബന്ധത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, സെൽഫിഷ്നെസ് ഉണ്ടാകുന്നു, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. അങ്ങനെ നമ്മൾ സെൽഫിഷ് ആവരുത്, നമ്മൾ പൊസസീവ് ആവരുത്, നമ്മൾക്ക് പരസ്പരം ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര ജന്മം ഇരുന്ന് സംസാരിച്ചാലും ആ രണ്ട് വ്യക്തികൾക്കിടയിൽ ആശയവിനിമയം നടത്തിയാലും മാത്രം തീരുന്നതല്ല പ്രശ്നം. എന്തുമായിട്ടുള്ളതായിക്കൊള്ളട്ടെ, സ്നേഹം ഭാഗികമായി നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം, സ്നേഹം ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ ഒരു വസ്തുവിലേക്കോ മാത്രം ഏകീകൃതമായാൽ അത് പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ളതാണ്. അവിടെ ഒരിക്കലും നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. മാത്രമല്ല, സ്നേഹം കൂടുതൽ കൂടുതൽ ബന്ധനമുണ്ടാക്കുന്ന ഒരു ബോധത്തിലേക്ക് നമ്മളെ ഇറുക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്യുക. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുമായിട്ടുള്ള സ്നേഹബന്ധത്തെ, ഭാഗികമായി അനുഭവിക്കേണ്ടി വരുന്ന സ്നേഹബന്ധത്തെ പൂർണ്ണമായി അനുഭവിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ചില നിമിഷങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്, പൂർണ്ണമായിട്ട് അനുഭവിക്കുമ്പോൾ അവിടെ നമ്മൾ ബന്ധനം അനുഭവിക്കാതിരിക്കുകയും ആഴമേറിയ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്നേഹബന്ധം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ അനുഭവിച്ചിട്ടുള്ള നിമിഷങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ, ആ ബന്ധനമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോടൊപ്പം സ്നേഹത്തിലായിരിക്കുന്നതിന് മറ്റു പല കാരണങ്ങളുണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായുള്ള ഭാഗികമായ ബന്ധനമായി അനുഭവിക്കുന്ന സ്നേഹബന്ധം സ്വാതന്ത്ര്യമായിട്ട് അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവിത വീക്ഷണത്തെ, എൻ്റെ കർമ്മമണ്ഡലത്തെ വികസിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് എന്നോട് സ്നേഹം തോന്നുന്ന, എനിക്ക് എന്നോട് തൃപ്തി തോന്നുന്ന ഒരു ജീവിതത്തെ ഞാൻ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അത് ഞാൻ സ്നേഹിക്കുന്ന ആളുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, ഞാൻ ദിവസവും ഇടപഴകേണ്ടി വരുന്ന എല്ലാ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ ഒന്ന് പുറത്തു പോയി, നമ്മളല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരോട്, പ്രകൃതിയോട്, കാഴ്ചകളോട് വളരെ പ്രസന്നതയോടെ നമ്മൾ ഇടപഴകിയെന്ന് കരുതുക. വെറുതെ കുറച്ച് മനുഷ്യരെ നോക്കി ചിരിക്കുക, കുറച്ച് പേരോട് സന്തോഷം പങ്കുവയ്ക്കുക, കുറച്ച് വായിക്കുക, കുറച്ച് പാട്ട് കേൾക്കുക, നല്ല സിനിമ കാണുക. ഇടയ്ക്കൊക്കെ മനുഷ്യനല്ലാത്ത പ്രകൃതി ജീവികളുമായിട്ട് സാങ്കല്പികമായോ നേരിട്ടോ സൗഹൃദത്തിലാവുക. നക്ഷത്രങ്ങളായി, പുഴകളായി, മലകളായി, പൂച്ചയോ, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളുടെ അന്തരംഗത്തിന് ഒരു വിശാലതയുണ്ടാവും. നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടം തോന്നും. നമുക്ക് നമ്മളോട് ഇഷ്ടവും സ്നേഹവും തൃപ്തിയും തോന്നാത്തിടത്തോളം കാലം എത്ര സ്നേഹം നമുക്ക് ലഭിച്ചാലും നമുക്ക് സ്നേഹം അനുഭവപ്പെടില്ല. കമഴ്ത്തി വെച്ച കുടത്തിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കുന്നത് പോലെയായിരിക്കും അവരവരിൽ തൃപ്തരല്ലാത്ത മനുഷ്യർക്ക് സ്നേഹം അനുഭവിക്കുമ്പോൾ ഉള്ള അനുഭവം.
നമ്മളെ ആരെത്ര സ്നേഹിച്ചാലും അപൂർണത നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. തൃപ്തിയില്ലാത്ത ഒരാളുടെ സ്നേഹം ഒരാൾക്ക് എത്ര കിട്ടിയാലും അയാളും അപൂർണത അനുഭവിക്കും. അപ്പോൾ സ്നേഹം കൊടുക്കൽ വാങ്ങലുകൾ നടത്താതിരിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. രണ്ട് വ്യക്തികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവയ്ക്കാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് മനുഷ്യൻ. പക്ഷെ അപൂർണത അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എനിക്കെന്നെ തൃപ്തിയോടെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ എന്നെ തൃപ്തിയോടെ സ്നേഹിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ശരീരത്തെയൊക്കെ ഭംഗിയാക്കി വെച്ച് എൻ്റെ മനസ്സിനും എൻ്റെ ബുദ്ധിക്കും ഇഷ്ടപ്പെട്ട എനിക്ക് മാത്രം തൃപ്തി തരുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്താൽ നമുക്ക് തൃപ്തി ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. വളരെ വിഷമനുഭവിക്കുന്ന ഒരാൾ, കുറച്ച് ദിവസമായിട്ട് എന്നായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പയ്യനാണ് വിളിച്ചത്. ഞാനൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കുളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അവൻ്റെ ഫോൺ കോൾ വരുന്നത്. ക്ലാസ്സിൽ കയറും വേണം. പക്ഷെ എന്നാലും ഞാൻ ഫോൺ എടുത്തു. 5 മിനിറ്റ് അവനോട് സംസാരിച്ചു. കുളിച്ച് വളരെ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് സ്നേഹവും പരിഗണനയും എന്നിൽ നിന്ന് ആവശ്യമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഒരു പ്രത്യാശയുടെ ഒരു ലോകത്തെ അവൻ്റെ ഉള്ളിൽ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണമെന്നായിരുന്നു. ഈ ഫോൺ വെക്കുന്നതിന് മുൻപ് അവൻ അത്രയും നിരാശയിലിരുന്നിട്ടാണ് വിളിക്കുന്നത്. ഞാൻ അവനോട് കുറച്ച് നേരം സംസാരിച്ചു. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മളുടെ ദുഃഖത്തിൽ മാത്രം അടയിരിക്കുന്നതിൽ നിന്ന് പുറത്തു വരാത്തിടത്തോളം കാലം ജീവിതത്തിന് ഒരിക്കലും വെളിച്ചുണ്ടാവില്ല എന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചു. അവനോട് ഞാൻ പറഞ്ഞു, നീ പോയി കുളിക്ക്, നന്നായി കുളിച്ച് നീ വസ്ത്രമൊക്കെ മാറി വൃത്തിയായിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചു. പെട്ടെന്ന് അവൻ്റെ ആ ഒരു ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നു. അവൻ്റെ ഫോൺ വെച്ചു. ആ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സുഹൃത്തിനെ വിളിക്കാൻ തോന്നി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. 5 മിനിറ്റ് സംസാരിച്ചു. ഇങ്ങനെ 2 പേരുമായിട്ട് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു വർത്തമാനം ജീവിതത്തെക്കുറിച്ച്, സ്നേഹത്തെയും സൗഹൃദത്തെയും കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു വല്ലാത്ത തൃപ്തി തോന്നി, വല്ലാത്ത സ്നേഹം തോന്നി. അപ്പുറത്തിരിക്കുന്ന എന്തിനെങ്കിലും, മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, നമ്മളുടെ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഒരു ചെയ്തി കൊണ്ടോ അവരനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപൂർണതയ്ക്ക് നേരിയ ഒരു പരിഹാരമാകാൻ നമുക്ക് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു മനസ്സോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, ഞാനിവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ്, ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് ഊഷ്മളത കൂടും. മഹാഗുരുക്കന്മാരും പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുരുക്കന്മാർ അധികമൊന്നും സംസാരിക്കാറില്ല. ഗുരുക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഗുരുക്കന്മാരെ അനുഭവിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞ വാക്കുകളെ കുറിച്ചിട്ടല്ല, അവരുടെ പ്രസൻസിനെ കുറിച്ചിട്ടാണ്, അവരുടെ സാന്നിധ്യത്തെക്കുറിച്ചിട്ടാണ്. അവരുടെ അടുത്ത് കുറച്ച് സമയം ചെന്നിരിക്കുമ്പോൾ, അവർ നമ്മളെ ഒന്ന് തൊടുമ്പോൾ, അവർ സ്നേഹത്തോടെ നമ്മളെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപാലു ആയി അവർ ജീവിക്കുന്നു എന്നുള്ളതാണ്.
അവർ അവരുടെ ജീവിതം മുഴുവൻ അവരോടും ചുറ്റുപാടുകളോടും കൃപയുള്ളവരാണ്, കൺസേൺ ഉള്ളവരാണ്. അവരിലേക്ക് വരുന്ന അല്ലെങ്കിൽ അവർ കടന്നു പോകേണ്ടി വരുന്ന ഏത് സന്ദർഭങ്ങളിലെയും ഏത് സാഹചര്യങ്ങളിലും അവർക്കാവുന്ന രീതിയിൽ നനവ് പകർന്നിട്ടാണ് അവർ കടന്നു പോയിട്ടുള്ളത്. അങ്ങനെ ജീവിച്ച് നിറഞ്ഞ ഒരു തൃപ്തി അവരുടെ ജീവിതത്തിലുണ്ട്. അവരുടെ ശരീരത്തിലും അവരുടെ മനസ്സിലും അവരുടെ ബുദ്ധിയിലും ആഴമേറിയ ഒരു സ്നേഹപ്രവാഹം, ഒരു പ്രഭാവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കൈ നമ്മളെ ഒന്ന് തൊടുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു ഊർജം പ്രസരിക്കുന്നത് പോലെയാണ്. അവരുടെ അടുത്ത് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇരിക്കുമ്പോൾ നമുക്കൊരു വെളിച്ചം കിട്ടുന്ന പോലെയാണ്. അതെന്തുകൊണ്ടുണ്ടാകുന്നു? നമ്മൾ പൂർണ്ണരായതുപോലെ അനുഭവിക്കുന്നു. ഗുരുക്കന്മാരുടെ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളവരൊന്നും അത് മറന്നിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് മറക്കാതെ പോകുന്നത്? അവരുടെ ഒപ്പം ഇരിക്കുമ്പോൾ അനുഭവിച്ച സ്നേഹം ഭാഗികമായിരുന്നില്ല. അത് നമ്മളെ ഒരു തരത്തിലുമുള്ള ബന്ധനത്തിലേക്ക് കൊണ്ടുപോയില്ല. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അവർ വലിയ അറിവുള്ളവരായതല്ല, അവർ അലിവുള്ളവരായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരിലൂടെ കടന്നു പോയവരൊക്കെ അവർ തൊട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ അടൂര് ഒരു ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു കൂട്ടായ്മയിലാണ് സംസാരിച്ചത്. കരോളും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്തുമസ് സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ വിളിച്ചത്. ഞാനവിടെ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് ഒരു സ്പർശമായിട്ടാണ്, നനുനനുത്ത ഒരു സ്പർശമായിട്ടാണ്. സമൂഹം അമ്പയെ അവഗണിച്ച മഗ്ദലനയെ തന്നോട് ചേർത്ത് നിർത്തിയിട്ട് പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ക്രിസ്തുണ്ട്. ചേർത്ത് പിടിച്ചിട്ടാണ് അത് പറയുന്നത്, പ്രസംഗിക്കല്ല. ഭീകരനായിരുന്ന ദൈവത്തെ ആ ഒരു ഭീകരഭാവത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് സ്നേഹത്തിൻ്റെയും സൗമ്യതയുടെയും സൗഹൃദത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും കൃപയുടെയും സാന്നിധ്യമാക്കി മാറ്റി തന്നു എന്നുള്ളതാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെയുള്ള ഗുരുക്കന്മാരുടെ സാന്നിധ്യം സാങ്കല്പികമായിട്ടാവട്ടെ റിയലായിട്ടാവട്ടെ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ സ്നേഹ സാന്നിധ്യം ഭാഗികമായിട്ടല്ല നമ്മൾ അനുഭവിക്കുന്നത്, സമഗ്രമായിട്ടാണ്, പൂർണ്ണമായിട്ടാണ്. ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ, ഗുരുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ സ്നേഹബന്ധനം ഒരു ശിഷ്യനും അനുഭവിച്ചിട്ടില്ല. അവരവർ കൂടുതൽ സ്വതന്ത്രരാകുന്നതായിട്ടാണ് അനുഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? നമ്മൾക്ക് എന്തുകൊണ്ടാണ് പരസ്പരം, സ്ത്രീ പുരുഷന്മാരാവട്ടെ സുഹൃത്തുക്കളാവട്ടെ, പരസ്പരമുള്ള സ്നേഹബന്ധം ഇത്രമാത്രം ബന്ധനമായി തോന്നുന്നത്? മഹാഗുരുക്കന്മാരുമായിട്ട് സ്നേഹത്തിലായിരിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാന വ്യത്യാസം, അവർ ജീവിച്ച ജീവിതം മുഴുവൻ എന്തിനോടൊക്കെ അവർക്ക് കലർന്നുരുകി ജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഉത്തരവാദിത്തത്തോടെയും നീതിബോധത്തോടെയും മര്യാദയോടെയും ഇടപഴകി ആർദ്രമായ ഒരു ഹൃദയത്തോടു കൂടിയിട്ടാണ് അവരിയ്ക്കുന്നത്. മൂർത്ത പല്ലുകളോടുകൂടിയ കല്ലിൻ്റെ മുകളിലൂടെ ജലമൊഴുകി മിനുമിനുസമുള്ള വഴുവഴുപ്പുള്ള വെള്ളാരം കല്ലുണ്ടാകുന്നത് പോലെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ എല്ലാ കൂർത്ത മൂർച്ചകളും അലിഞ്ഞ് അയവാർന്നതായിട്ട് മാറിയ ഒരു ജീവിതമാണ് അവരുടെ. അവിടെ ഒന്നും
ഗ്രിപ്പില്ല, ബന്ധനത്തിനുള്ള ഗ്രിപ്പില്ല ആ ബോധത്തിൽ. അത് നമ്മളെ ഒഴുക്കനുഭവിപ്പിക്കും. അങ്ങനെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ ഉള്ള ബന്ധനം കൂടി ഇല്ലാതായി മാറും. അവരിൽ നിന്ന് നമുക്കൊന്നും വേണ്ട. ഒരു മഹാഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ആ ഗുരു നമ്മളോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരാളും ഇന്നത് വേണമെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒന്നും വേണ്ട ഗുരു, ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡിമാൻഡുകൾ ഉണ്ടായി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്നേഹമുള്ള രണ്ടു പേർക്കിടയിൽ ഡിമാൻഡുകൾ ഉണ്ടായി വരുന്നത് നമ്മൾ സ്നേഹം അനുഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ സ്നേഹം അനുഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളുടെ ജീവിതത്തെ സ്നേഹപൂർണ്ണമാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മളുടെ വ്യക്തി ജീവിതത്തെ സ്നേഹപൂർണ്ണമാക്കുകയും നമ്മൾ ഇടപഴകേണ്ടി വരുന്ന ഇടങ്ങളിലേക്കൊക്കെ സ്നേഹത്തെ ഒഴുക്കിവിടുകയും ചെയ്തവർക്കിടയിൽ മാത്രമേ പൂർണ്ണമായ സ്നേഹബന്ധമുണ്ടാകുള്ളൂ. അല്ലാതെ നമുക്ക് രണ്ടു പേർക്ക് മാത്രമായിട്ട് സ്വതന്ത്രമായ സ്നേഹം അനുഭവിക്കാമെന്ന് കരുതിയാൽ അത് അസംഭവ്യമാണ്, സംഭവിക്കുകയേയില്ല. അതുകൊണ്ട് എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്ന, അത് മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, കാമുകനാവട്ടെ, കാമുകിയാവട്ടെ, ഭർത്താവട്ടെ, സുഹൃത്താവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരോടുള്ള ബന്ധം ഒരു ബന്ധനമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഭാഗികമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകണമെന്നും സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കണമെന്നും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കേണ്ടത് ആ രണ്ട് വ്യക്തികൾക്കിടയിലല്ല, ഞാൻ എന്നിലും ഞാൻ ഇടപഴകേണ്ടി വരുന്ന മറ്റു ലോകങ്ങളിലുമാണ്. ഒരു ദിവസം ഏറ്റവും മര്യാദയോടെയും നീതിപൂർവവും കൃപയോടും കൂടി ജീവിച്ച് ഇന്ന് ധന്യമായ ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ അന്ന് വീട്ടിലുള്ളവർക്ക് മുഴുവൻ സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത നമ്മളുടെ പ്രസൻസിൽ അനുഭവിക്കാൻ പറ്റും. അങ്ങനെ കയറി വരുന്ന ഒരാൾ വീട്ടിലുള്ളവരിലെ അപൂർണതയെ ചൂണ്ടിക്കാണിക്കില്ല. നേരിയ ഒരു വെളിച്ചമേ ഉള്ളുവെങ്കിൽ പോലും അതൊരു മഹാപ്രകാശം പോലെ അനുഭവിക്കുകയും കുറവുകളെ കാണാതിരിക്കുകയും ചെയ്യും. നമ്മളുടെ ജീവിതത്തിനോട് ചേർന്നിരിക്കുന്ന മനുഷ്യരുടെ കുറവുകളെ എപ്പോഴും കാണുകയും അതിങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുകയും ചെയ്യുന്നതിൻ്റെ കാരണം നാം നമ്മളുടെ ജീവിതത്തെ മൂല്യവത്താക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഏകമുഖമായ ഒരു വഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന ഇരിപ്പ്, ആ ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയം ഏറ്റവും ധന്യതയുള്ളതാക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നാൽ ധന്യതയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ചിന്ത, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി അത്രമാത്രം എന്നാലാകുന്ന വിധത്തിൽ നന്മ നിറഞ്ഞതായ ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തികളാവണം നമ്മൾ രണ്ടുപേരും. അങ്ങനെ അവരവരുടെ ജീവിതത്തെ നന്മ കൊണ്ട് സൗരഭ്യമുള്ളതാക്കിയ രണ്ട് വ്യക്തികൾ ഒന്നിച്ചൊരിടത്ത് കുറച്ച് സമയം ചെലവഴിച്ചാൽ തന്നെ സ്നേഹത്തിൻ്റെ പൂർണ്ണത അവർക്കിടയിൽ അനുഭവിക്കും. അവർക്കിടയിലുള്ള പ്രണയം യാതൊരു ബന്ധനവുമില്ലാതെ, പരാതി പരിഭവങ്ങളില്ലാതെ ഏറ്റവും അയവുള്ളതും സൗഹൃദപൂർണവും സ്നേഹമസൃണവുമായി തീരും. ഇങ്ങനെയല്ലാതെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് സ്നേഹം കൂടുതൽ ബന്ധനത്തിലേക്ക് പോകുന്നത്.
നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തിനോടെങ്കിലും നമുക്കൊരു ഇഷ്ടം തോന്നിയാൽ, ഒരു സ്നേഹം തോന്നിയാൽ, ഉടനെ തന്നെ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യം അതുവരെ വ്യവഹരിച്ചിരുന്ന ലോകങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയാൻ തുടങ്ങും. എന്നിട്ട് നമുക്ക് സ്നേഹം തോന്നിയ, നമുക്ക് നമ്മളുടെ കൂടെ എപ്പോഴും ഒപ്പമുണ്ടാവണമെന്ന് കരുതിയത് എന്തോ, അതൊരു വ്യക്തിയാവാം, വീടാവാം, എന്തോ ആവാം, അതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധയൂന്നുകയും അതുവരെ നമ്മൾ ജീവിച്ചു പോകുന്ന ലോകങ്ങളെ മുഴുവൻ അവഗണിക്കുകയും ചെയ്യും. കൂടുതൽ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, ജീവിതത്തിൻ്റെ എല്ലാ വെളിച്ചവും ഇരുളിലേക്ക് കൂപ്പുകുത്തി വീഴാൻ പോകുകയാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. സ്നേഹത്തിൻ്റെ എല്ലാ ഊഷ്മളതയും നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഒരു വ്യക്തിയിലേക്ക് മാത്രം ഏകീകൃതമാകുന്ന സ്നേഹം എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇരുൾ നിറഞ്ഞതായി പോയത് എന്ന് ചോദിച്ചാൽ, നാം അതുവരെ വ്യവഹരിച്ചിരുന്ന ലോകങ്ങളിൽ നിന്ന്, മൂല്യവത്തായ ലോകങ്ങളിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധ തിരിഞ്ഞു പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നവരോടുള്ള സ്നേഹത്തിൻ്റെ അപൂർണത ഇല്ലാതെയാക്കാൻ ഞാൻ എന്തെങ്കിലും വഴി തേടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴി ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ മതിലിന് പുറത്താണെന്ന് നമ്മൾ അറിയണം. നിർബന്ധിതമായി ഉത്തരവാദിത്വമുള്ള എൻ്റെ ടെറിട്ടറിക്ക് പുറത്ത് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് കരുതുന്ന ലോകങ്ങളിലേക്ക് എൻ്റെ ഉത്തരവാദിത്വത്തെ വികസിപ്പിച്ചു കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് നിർബന്ധിതമായ ഉത്തരവാദിത്വത്തോടെ ഇരിക്കുന്ന ലോകത്തിലേക്ക് വെളിച്ചം പകരാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഭവനങ്ങൾ ഇരുട്ടറകളായിട്ട് മാറിയത്, ജയിലറകളെപ്പോലെയായി മാറിയത്. നീരസം, അതൃപ്തി, സന്തോഷമില്ലായ്മ ഒക്കെ കൊണ്ട് നമ്മളൊരു ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് കെട്ടിയ, സ്വകാര്യതയിൽ സമാധാനം അനുഭവിക്കാമെന്ന് കരുതി നമ്മൾ കെട്ടിയ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ അസ്വസ്ഥമായിരിക്കാനുള്ള കാരണം, നമ്മൾ മതിൽ കെട്ടിയൊരു ഭവനമുണ്ടാക്കിയപ്പോൾ ആ ഭവനത്തിൽ സ്വസ്ഥതയോടെ എനിക്ക് കഴിയണമെങ്കിൽ എനിക്ക് ചുറ്റുപാടുമുള്ള ലോകങ്ങളെ കൂടി എൻ്റെ ഭവനമായി അനുഭവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂ എന്ന ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ നിന്ന് എവിടെയോ അറ്റുപോയി എന്നതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് ബന്ധനം നമ്മൾ അനുഭവിക്കുന്നതിന് കാരണം ബന്ധങ്ങളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് സ്നേഹമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ബന്ധനം അനുഭവിക്കാനുള്ള കാരണം നമ്മുടെ ബന്ധങ്ങളെ സമഗ്രമായി അനുഭവിക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണിന് മുമ്പിൽ വരുന്ന കാഴ്ചകളെ ധൃതിയില്ലാതെ അനുഭവിക്കാത്തത് കൊണ്ടാണ് അത് ഭാഗികമായ അനുഭവമായി മാറുന്നത്, അതൊരു ബന്ധനമായി മാറുന്നത്. പൂർണ്ണമായും അനുഭവിക്കുന്ന ഒന്നും നമുക്ക് സ്വന്തമാക്കാൻ തോന്നില്ല. പൂർണ്ണമായി അനുഭവിക്കുന്നിടത്തൊക്കെ ഞാൻ ഇല്ലാതെ ആവാറാണ് പതിവ്. നമ്മൾ പറയാറുണ്ട്, അവിടുന്ന് പോന്ന് കുറച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഒരു പൂവ് പോലും ഞാൻ പൊട്ടിച്ചില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലായതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ചില വാലി ഓഫ് ഫ്ലവേഴ്സിലൊക്കെ പോയിട്ടുള്ളവർ, ഹിമാലയാസിലെ വാലി ഓഫ് ഫ്ലവേഴ്സിൽ പോയിട്ടുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ്, താഴ്വരകൾ മുഴുവൻ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് അതിമനോഹരമായി നിൽക്കുന്ന താഴ്വരയ്ക്ക് മുൻപിൽ ആശ്ചര്യപരതന്ത്രരായി കണ്ണുമിഴിച്ച്, കണ്ണ് നിറഞ്ഞ്, കണ്ണുനീരൊഴുക്കി വന്നുപോയിട്ടുള്ള മനുഷ്യർ അവിടെ നിന്ന് അത് കാഴ്ചയെല്ലാം കണ്ടിറങ്ങി അവരവരുടെ
രാത്രി താമസിക്കാനുള്ള കുടിലെത്തി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഒരു പൂ പോലും പറിക്കാൻ പറ്റിയില്ല, ഒരു പൂ പോലും പറിക്കാൻ നമുക്ക് തോന്നില്ല. പൂർണ്ണമായ അനുഭവത്തിൻ്റെ മുൻപിൽ ഒന്നും സ്വന്തമാക്കണമെന്ന് തോന്നില്ല. നമുക്ക് ഒരാളെ സ്വന്തമാക്കണമെന്ന് പിടിച്ചു നിർത്തണമെന്ന് തോന്നുന്നത് സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാത്തതുകൊണ്ടാണ്. ഭാഗികമായി അനുഭവിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടങ്ങൾ ഒന്നിനും നമ്മൾ പൂർണ്ണമായി സമയം കൊടുക്കുന്നില്ല. ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് വർത്തമാനം പറയാനിരിക്കുമ്പോൾ അയാളെ പൂർണ്ണമായി കേൾക്കുന്നില്ല, പൂർണ്ണമായി തൊടുന്നില്ല, പൂർണ്ണമായി ഉമ്മ വയ്ക്കുന്നില്ല, പൂർണ്ണമായി ചേർത്ത് പിടിക്കുന്നില്ല. പകുതി എവിടെയൊക്കെയോ അലഞ്ഞു തിരിയുകയാണ്. നമ്മളുടെ ജീവിതത്തെയും അതുപോലെ തന്നെ നമ്മളൊരു വീട് കെട്ടി, നമ്മളൊരു മതിൽ കെട്ടി വീടിൻ്റെ ഉള്ളിൽ 3-4 പേരായി കഴിയുമ്പോൾ ആ 3-4 പേരോടുകൂടി ആ ഭവനത്തിൻ്റെ അകത്തുള്ള കഴിയൽ ധന്യതയുള്ളതാകണമെങ്കിൽ, പൂർണ്ണതയുള്ളതാകണമെങ്കിൽ ആ മതിലിന് പുറത്തുള്ള ലോകത്തിലേക്ക് കൂടി എൻ്റെ കരുതലും സ്നേഹവും പകർന്നാൽ മാത്രമേ എൻ്റെ വീടകത്തിലെ സ്നേഹലോകം ബന്ധനമാവാതെ സ്വാതന്ത്ര്യമായി മാറൂ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ അറിവിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വായിച്ച ഈ വചനത്തെ നമ്മൾ ധ്യാനിക്കാൻ. എല്ലാ സ്നേഹത്തോടെയും നമസ്കാരം.